ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിൻ്റേതായ ഫലം ലഭിക്കണമെന്ന്. പക്ഷേ പലപ്പോഴും നമ്മൾ എത്ര തന്നെ പ്രയത്നിച്ചാലും അതിൻ്റെ ഫലം ലഭിക്കണമെന്നില്ല. അതിന് കാരണമായി നമ്മൾ പറയുന്നത് ഭാഗ്യമില്ല, ഞാനൊരു ഭാഗ്യദോഷിയാണ് എന്നാണ്. പലപ്പോഴും നമുക്ക് നല്ല യോഗങ്ങളൊക്കെ നമ്മുടെ ജാതകത്തിലൊക്കെ പറയും. പക്ഷേ ആ യോഗങ്ങളൊക്കെ നമ്മുടെ ജാതകത്തിൽ പറഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതൊന്നും അനുഭവയോഗ്യമായി വരാറില്ല. അപ്പോൾ ഭാഗ്യത്തിൻ്റെ കുറവാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾ ഉച്ചരിച്ച്, അതായത് ദ്വാദശാക്ഷര മഹാമന്ത്രം ഉപയോഗിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഗ്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഭാഗ്യമുണ്ടായാൽ ചിലപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, 50% ചെയ്യുമ്പോൾ തന്നെ 100%ത്തിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഈ മന്ത്രം നാരദരാണ് ഉപദേശിച്ചത്. നാരദർ ധ്രുവന് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ മന്ത്രം. ആരാണ് ധ്രുവൻ? നിങ്ങൾക്കറിയാമോ ധ്രുവൻ ആരാണെന്ന്? ഒരുപാട് പേർക്കറിയാം. അറിയാത്തവർക്ക് വേണ്ടി ആ കഥ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. സ്വയംഭൂ മനുവിൻ്റെ പുത്രന്മാരാണ് പ്രിയവ്രതനും ഉത്താനപാദനും. പ്രിയവ്രതൻ രാജ്യഭരണ വിഷയത്തിൽ താൽപ്പര്യം കാണിക്കാഞ്ഞതുകൊണ്ട് അനുജനായ ഉത്താനപാദനാണ് രാജ്യഭാരം കയ്യേറ്റത്. ഉത്താനപാദൻ അതിയോഗ്യനും ധർമ്മിഷ്ഠനും സത്യപരിപാലന നിരതനുമായിരുന്നു. സുനീതി എന്നും സുരുചി എന്നും പേരോടുകൂടിയ 2 സ്ത്രീകളെ അദ്ദേഹം വിവാഹം കഴിച്ചു. പതിവ്രതയും സൽഗുണവതിയും കരുണാശീലയുമായിരുന്നു സുനീതി എങ്കിൽ, അതീവ സുന്ദരിയും അതുപോലെ തന്നെ അല്പം അഹങ്കാരമുള്ളവളും അസൂയക്കാരിയുമായിരുന്നു സുരുചി. പക്ഷേ സുരുചിയുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങിയ രാജാവ് എപ്പോഴും അവളുടെ കൂടെ തന്നെ ആയിരുന്നു. സദാസമയവും സുരുചിയുടെ കൂടെ ഉത്താനപാദൻ താമസിക്കുകയും അവളുടെ അന്തഃപുര മണിയറയിൽ രാപകൽ കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. അങ്ങനെ കാലക്രമത്തിൽ സുനീതിയിലും സുരുചിയിലും ഓരോ പുത്രന്മാർ അദ്ദേഹത്തിന് ജനിക്കുന്നു. സുനീതിയുടെ പുത്രന് ധ്രുവൻ എന്നും സുരുചിയുടെ പുത്രന് ഉത്തമനെന്നും പേരിട്ടു. ഭർത്താവ് തന്നോട് തെല്ലും സ്നേഹമില്ലാതെ പെരുമാറിക്കൊണ്ടിരുന്നതിനാൽ സുനീതി എപ്പോഴും ദുഃഖിതയായി ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചു. സുരുചിയോടുണ്ടായിരുന്ന അന്ധമായ പ്രേമം മൂലം അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ധ്രുവനേക്കാൾ കൂടുതലായി ഉത്തമനെ രാജാവ് സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെയിരിക്കെ ധ്രുവൻ ഒരു ദിവസം കളിച്ചു നടക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി അവൻ, അതായത് ധ്രുവൻ, രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ ധ്രുവന് ഏകദേശം 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അവിടെ രത്നപീഠത്തിൽ ഉത്തമനെയും മടിയിലിരുത്തി ലാളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉത്താനപാദൻ എന്ന രാജാവ്. തൊട്ടടുത്ത് അമ്മയായ സുരുചി, അതായത് ഉത്തമൻ്റെ അമ്മയായ സുരുചിയും ഇരിപ്പുണ്ട്. അത് കണ്ടപ്പോൾ തനിക്കും തൻ്റെ അച്ഛൻ്റെ മടിയിലൊന്ന് കയറിയിരുന്ന് ഒന്ന് ആനന്ദിക്കണം എന്ന് ധ്രുവന് തോന്നി. അതിനുവേണ്ടി അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയും അച്ഛൻ്റെ അടുത്തു ചെന്ന് ചാരി നിൽക്കുകയും ചെയ്തു. പക്ഷേ സുരുചിയെ കണ്ട, അതായത് സുരുചി രാജാവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ട് രാജാവ് ഈ ധ്രുവനെ കണ്ട ഭാവം പോലും നടിച്ചില്ല. ബാലമനസ്സിൽ കളങ്കമില്ല. അതുകൊണ്ട് ധ്രുവൻ പിതാവിൻ്റെ മടിയിൽ കയറിയിരിക്കുവാനായി അച്ഛൻ്റെ തുടയിൽ ചെന്ന് പിടിക്കുന്നു. അത് കണ്ടപ്പോൾ സുരുചിയുടെ മുഖം ചുവന്നു. സുരുചിക്ക്
ദേഷ്യം വന്നു. അവൾ കുഞ്ഞു ധ്രുവൻ്റെ കുഞ്ഞിക്കൈ പിടിച്ച് പുറകോട്ട് വലിക്കുകയും തള്ളി മാറ്റിക്കൊണ്ട് കോപത്തോടുകൂടി ഇങ്ങനെ പറയുകയും ചെയ്തു: എടാ ധിക്കാരിയായ ചെറുക്ക, നീ എന്താണ് കാണിക്കുവാൻ തുടങ്ങുന്നത്? കണ്ട പിള്ളേർക്ക് വന്നു കയറി കളിച്ചു തുള്ളാനുള്ള സ്ഥലമല്ല രാജാവിൻ്റെ മടിത്തട്ട്. നീ വേണ്ടാതീനം കാണിച്ചാലുണ്ടല്ലോ, കുട്ടിയാണെന്നൊന്നും ഞാൻ കരുതില്ല, പുറം അടിച്ചു പൊളിക്കും. ഇങ്ങനെ ഈ കുഞ്ഞിനോട് ഈ അമ്മ പറയുകയാണ്. അതിനുശേഷം വീണ്ടും പറയുകയാണ്: നിനക്കിനി നിൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് രസിക്കണമെങ്കിൽ നീ എൻ്റെ വയറ്റിൽ വന്ന് പിറക്കണം. എങ്കിൽ മാത്രമേ രാജാവിൻ്റെ മടിയിൽ നിനക്ക് ഇരിക്കാൻ പറ്റുകയുള്ളൂ. അതിനുള്ള പുണ്യമൊന്നും നിനക്കില്ലല്ലോ. ഇനി അങ്ങനെയൊരു പുണ്യം നിനക്കുണ്ടാകണമെങ്കിൽ നീ പോയി എത്രയും വേഗം ശ്രീനാരായണനെ തപസ് ചെയ്ത് പുണ്യം സമ്പാദിക്കുക. അല്ലാതെ ഇവിടെ നിന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഈ സുരുചി ഇങ്ങനെ ധ്രുവൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു. രാജാവ് ഒന്നും മിണ്ടിയതുമില്ല. അപ്പോഴേക്കും ധ്രുവൻ കരയാൻ തുടങ്ങി. വീണ്ടും സുരുചി ധ്രുവനെ വഴക്കു പറഞ്ഞു. അങ്ങനെ ഈ വഴക്കും കേട്ടുകൊണ്ട് ധ്രുവൻ എന്തു ചെയ്തു? അമ്മയുടെ അടുത്തേക്ക് വന്നു. വിതുമ്പി കരഞ്ഞുകൊണ്ട് വന്ന മകനെ കണ്ടപ്പോൾ അമ്മ ചോദിക്കുകയാണ്: എന്തിനാണ് കുഞ്ഞെ നീ കരയുന്നത്? അച്ഛൻ്റെ അടുത്തേക്ക് നീ പോയതല്ലേ? അച്ഛൻ നിന്നെ വഴക്കു പറഞ്ഞോ? ഉത്തമൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ ഉപദ്രവിച്ചോ? ഇങ്ങനെയൊക്കെ അമ്മ ചോദിക്കുന്നു. അപ്പോൾ ധ്രുവൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അമ്മയായ സുനീതിയോട് പറയുന്നു. എന്നിട്ട് പറഞ്ഞു: അമ്മേ, ഞാൻ അമ്മയുടെ വയറ്റിൽ പിറന്നതുകൊണ്ടാണ് അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ സാധിക്കാഞ്ഞത് എന്ന് സുരുചി അമ്മ പറയുന്നു. അതുകൊണ്ട് ഞാൻ നാരായണനെ തപസ്സു ചെയ്യാനായി പോവുകയാണ്. സുരുചി അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. എന്തിനാണ് അമ്മേ സുരുചി അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ അച്ഛൻ്റെ മകനല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞു ധ്രുവൻ കരയുന്നു. അപ്പോഴേക്കും അമ്മയായ സുനീതി മകനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു: മോൻ തപസ് ചെയ്യാനൊന്നും പോകാറായിട്ടില്ല, ഇപ്പോൾ കളിക്കുന്ന പ്രായമാണ്, മോനെ പറ്റിക്കാൻ വേണ്ടി അവർ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് മകനെ സമാധാനിപ്പിക്കുന്നു. പക്ഷേ മകൻ പറയുകയാണ്, അതായത് ധ്രുവൻ പറയുകയാണ്: കബളിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിലും ഞാനത് കാര്യമായി തന്നെ കരുതുന്നു അമ്മേ. ഞാൻ നാരായണനെ തപസ് ചെയ്യാൻ പോവുകയാണ്. അമ്മ തടുക്കരുത്, വേണ്ട ആശീർവാദങ്ങൾ നൽകി എന്നെ യാത്രയാക്കൂ. അത് കേട്ടപ്പോൾ സുനീതി കരയുന്നു. അയ്യോ കൺമണി, നീ കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ബാലനാണ്. വന്യമൃഗങ്ങൾ ഉള്ള കൊടും കാട്ടിൽ നീ ഒറ്റയ്ക്ക് തപസ് ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് വലിയ സാഹസമാണ്. അതിന് പുറമെ തപസ് എന്താണെന്ന് പോലും നിനക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള നീ ഇങ്ങനെയുള്ള സാഹസത്തിനൊന്നും പുറപ്പെടരുത് എന്ന് പറഞ്ഞ് അമ്മ കരയുന്നു. അപ്പോൾ ധ്രുവൻ പറയുകയാണ്: എല്ലാം ആ ദൈവം എന്നെ പഠിപ്പിക്കും, അമ്മ സമാധാനത്തോടു കൂടി ഇവിടെ താമസിക്കൂ, ഞാൻ പോകട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അമ്മ പറഞ്ഞത് മകൻ അങ്ങനെ അനുസരിച്ചില്ല. അമ്മയോട് യാത്രയുടെ അനുവാദവും വാങ്ങി. അതായത് അമ്മ പോകണ്ട എന്ന് പറഞ്ഞിട്ടും അങ്ങനല്ല, പോകണം എന്ന് വാശി പിടിച്ചുകൊണ്ട് ധ്രുവൻ തപസ് ചെയ്യാനായി കാട്ടിലേക്ക് പോകുന്നു. നിവൃത്തിയില്ലാതെ അമ്മ മകന് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ നൽകി അയക്കുകയും ചെയ്തു. ധ്രുവൻ കാട്ടിലേക്ക് പോകുന്നു, തപസ്സിന് പോകുന്നു എന്നറിഞ്ഞ സുരുചി കൈകൊട്ടിച്ചിരിക്കുകയാണ്. കാട്ടിൽ പോയി വല്ല വന്യമൃഗങ്ങളും മറ്റും അവനെ കൊന്നു തിന്നോളും, അതോടുകൂടി അവൻ്റെ കഥയും കഴിയും എന്നും പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് സുരുചി. അതിനുശേഷം ധ്രുവൻ നേരെ വടക്കോട്ടാണ് യാത്ര തിരിച്ചത്. അങ്ങനെ എപ്പോഴും നാരായണമൂർത്തിയെ, വിഷ്ണു ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ തൊഴുതുകൊണ്ട് ആ കുഞ്ഞ് വടക്കോട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ നടന്ന് ഈ കുഞ്ഞ് എവിടെ എത്തിച്ചേരുന്നു? ഒരു വലിയ കൊടും വനത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ടും പേടി കൂടാതെ ഇങ്ങനെ ഭഗവാനെ വിളിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു വീണാനാദം അവിടെ കേൾക്കുന്നു. അതോടുകൂടി മകനെ ധ്രുവ എന്നൊരു വിളിയും ഈ കുഞ്ഞു ധ്രുവൻ കേൾക്കുന്നു. കുഞ്ഞു ധ്രുവൻ പിന്തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ദിവ്യനായ ഒരു മഹർഷീശ്വരനെ കയ്യിലൊരു വീണയുമായി ധ്രുവൻ കാണുന്നു. ധ്രുവൻ ആ മുനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുന്നു: അവിടുന്ന് ആരാണ്? അവിടുന്നാണോ നാരായണമൂർത്തി എന്ന് ധ്രുവൻ ചോദിക്കുന്നു. ഉടൻ തന്നെ ആ മഹർഷി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവൻ്റെ നെറുകയിൽ ചുംബിച്ചിട്ട് പറയുകയാണ്: മകനെ, ഞാനല്ല നാരായണൻ. അദ്ദേഹത്തെ നീ എന്തിനാണ് അന്വേഷിക്കുന്നത്? നീ ഒരു കൊച്ചു കുഞ്ഞല്ലേ, നീ ഒറ്റയ്ക്ക് ഈ കാട്ടിലൂടെ എവിടെയാണ് പോകുന്നത്? നീ ആരാണ് എന്ന് ആ മഹർഷി ചോദിക്കുകയാണ്. അപ്പോൾ ധ്രുവൻ കരഞ്ഞുകൊണ്ട് അതുവരെ നടന്ന സകല കാര്യങ്ങളും പറയുന്നു.
അപ്പോൾ ആ മഹർഷി ധ്രുവനോട് പറഞ്ഞു, മകനെ സാരമില്ല, മോൻ വിഷമിക്കണ്ട. സുരുചി അച്ഛൻ്റെ മടിയിൽ മോനെ ഇരുത്തിയില്ലെങ്കിലും മോൻ വിഷമിക്കണ്ട. മോനെ ഞാൻ എൻ്റെ മടിയിലിരുത്താം, ഇവിടെ വന്ന് ഇരുന്നു കൊള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നാരദരാണ്, എന്നെപ്പറ്റി നീ കേട്ടിട്ടുണ്ടോ എന്ന് കൂടി ചോദിക്കുന്നു. അപ്പോൾ ധ്രുവൻ പറയുകയാണ്, നാരദ മുനിയോ, അവിടുത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു തന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മടിയിൽ ഇരിക്കുവാൻ ഞാൻ യോഗ്യനല്ല, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരുന്നാൽ മതി, അതേ ഉള്ളൂ എനിക്ക് ആഗ്രഹം എന്ന് ധ്രുവൻ പറയുന്നു. അപ്പോൾ നാരദൻ പറയുകയാണ്, നീ ആരുടെ മടിയിലും ഇരിക്കാൻ മാത്രം അത്രയും പുണ്യവാനാണ്. നീ ആരെ തേടി നടക്കുന്നുവോ ആ ഭഗവാൻ നാരായണമൂർത്തി പോലും നിന്നെ മടിയിലിരുത്തി ലാളിക്കും എന്ന് നാരദര് പറയുന്നു. അപ്പോൾ ധ്രുവൻ പറയുകയാണ്, അദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തെ കാണാൻ എനിക്ക് സാധിക്കുമോ എന്ന് നാരദരോട് ധ്രുവൻ ചോദിക്കുന്നു. അപ്പോൾ നാരദർ പറയുകയാണ്, അദ്ദേഹം എല്ലായിടത്തുമുണ്ട്, നിന്നിലുമുണ്ട്, എന്നിലുമുണ്ട്, ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹം. ഈ കാണുന്ന പച്ചിലക്കാടുകളിലും മരങ്ങളിലും മേടുകളിലും നദികളിലും ആകാശത്തിലും ഭൂമിയിലും സർവചരാചരങ്ങളിലും വിവിധ രൂപത്തിൽ അദ്ദേഹം വിളയാടുന്നുണ്ട്. ഈ ലോകത്തിൽ നാരായണനല്ലാതെ മറ്റാരുമില്ല എന്ന് നാരദർ ധ്രുവനോട് പറയുന്നു. അപ്പോൾ ധ്രുവൻ ചോദിക്കുകയാണ്, അദ്ദേഹത്തെ തപസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നാരദര് ധ്രുവകുമാരനെ തൻ്റെ മാറോടടുക്കി ആശ്ലേഷിച്ചുകൊണ്ട് അവൻ്റെ കർണങ്ങളിൽ നാരായണ മൂലമന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. ആ മൂലമന്ത്രമാണ് ഏത്? ദ്വാദശാക്ഷര മഹാമന്ത്രം. അങ്ങനെ ആ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ധ്രുവൻ എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത് എന്നുള്ള വിധമൊക്കെ നാരദമുനി പറഞ്ഞു കൊടുക്കുന്നു. നാരദമുനി പറഞ്ഞതനുസരിച്ചിട്ട് ധ്രുവൻ എന്തു ചെയ്യുന്നു? നാരായണനെ തപസ്സു ചെയ്യുന്നു. അങ്ങനെ നാരായണനെ തപസ്സു ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, ധ്രുവൻ്റെ മുമ്പിൽ ആര് പ്രത്യക്ഷപ്പെടുന്നു? ശംഖുചക്രഗദാ പത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളോടും കൂടിയ ഭഗവാൻ മഹാവിഷ്ണു ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ധ്രുവനെ അനുഗ്രഹിക്കുന്നു, ധ്രുവനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുശേഷം ധ്രുവൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തതിന് ശേഷം ധ്രുവൻ തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരുന്നു. കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? തിരിച്ചു ധ്രുവൻ കൊട്ടാരത്തിൽ വരുമ്പോൾ രാജാവിന് മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. ധ്രുവനെ സ്വീകരിക്കുന്നു. അതിനുശേഷം ഉത്തമൻ മരിക്കുന്നു. കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ ഉത്തമൻ മരിക്കുന്നു. ഉത്തമനെ അന്വേഷിച്ച് പോയ സുരുചിക്കും അപകടം സംഭവിക്കുന്നു. അങ്ങനെ സുരുചിയും മരിക്കുന്നു. അങ്ങനെ രാജാവായി തീരുകയാണ്. പിന്നീട് രാജ്യത്തിൻ്റെ അധിപതിയായി ധ്രുവൻ മാറുന്നു. പിന്നീട് ധ്രുവൻ വിവാഹം കഴിക്കുന്നു, മകനുണ്ടാകുന്നു. പിന്നീട് വാർദ്ധക്യകാലത്ത് ധ്രുവൻ ഉൽക്കലൻ എന്ന മകനെ രാജാവായി വാഴിച്ചതിനു ശേഷം ലോകജീവിതം വെറുത്ത് കാട്ടിലേക്ക് പോകുന്നു. കേവലം ഒരു അന്ധനെ പോലെയും ബദിരനെ പോലെയും ഊമയെ പോലെയും സർവ്വ ഇന്ദ്രിയങ്ങളും വെടിഞ്ഞ് ഒടുവിൽ ഒരു ഭ്രാന്തനായി അദ്ദേഹം ബദര്യാശ്രമം പ്രാപിക്കുന്നു. അവിടെ വെച്ച് തൻ്റെ ഭൗതിക ജഡം ഉപേക്ഷിക്കുവാൻ തുടങ്ങിയ സമയത്ത് വൈകുണ്ഠത്തിൽ നിന്നും ഒരു സ്വർണ്ണ വിമാനം താഴെ വന്ന് അദ്ദേഹത്തെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആ ലോകോത്തര വിഷ്ണു ഭക്തനെ ഒരു പൊലിയാത്ത പുണ്യനക്ഷത്രമായി ലോകാവസാനം വരെ കാണത്തക്ക വണ്ണം ഉത്തരനഭസിൻ്റെ ഉത്തരോത്തര ഭാഗത്ത് പ്രത്യേകം പ്രകാശമാനമായ വിധം പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ധ്രുവ നക്ഷത്രം. ആ ധ്രുവന് നാരദമുനി ഉപദേശിച്ചു കൊടുത്ത മഹാമന്ത്രം, അതായത് ദ്വാദശാക്ഷര മഹാമന്ത്രം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന മഹാമന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണ്. പക്ഷേ ആ മന്ത്രത്തിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് പലർക്കും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്, പലർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം, എന്ന മഹാമന്ത്രം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 36 തവണയെങ്കിലും ജപിക്കണം. 108 തവണ 1008 തവണയൊക്കെ ജപിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ശ്രേയസ്കരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളില്ല, എന്തു ചെയ്തിട്ടും ഒരു ഭാഗ്യദോഷമുണ്ടാകുന്നു, ഭാഗ്യത്തിൻ്റെ കുറവുണ്ട് എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാകുന്നത്. ആ ഭാഗ്യം, ആ ദൈവാധീനം നമുക്ക് എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ഈ ദ്വാദശാക്ഷര മഹാമന്ത്രം ജപിച്ചാൽ മതി. ധ്രുവൻ എന്ന ആ കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ ഭഗവാൻ വാസുദേവൻ പ്രത്യക്ഷപ്പെടാൻ
കാരണമായ മൂലമന്ത്രമാണ് ഇത്. അതുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം, എന്ന മന്ത്രം, എന്ന മഹാമന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭാഗ്യം ഒഴുകി ഒഴുകി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.